പാഞ്ചജന്യത്തിന്റെ ചെയർമാൻ, നാഷണൽ ചെയർമാൻ. അദ്ദേഹം ജന്മം കൊണ്ട് മലയാളിയാണ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് ഹൈദരാബാദ്. ദീർഘകാലം ഡൽഹിയിലുണ്ടായി. റോ എന്ന സ്ഥാപനത്തിന്റെ സയന്റിസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യവും മാർഗനിർദ്ദേശവും വളരെ വലുതാണ്. ഈ തരത്തിലുള്ള ഒരാള് നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി കൂടിപ്പോയി എന്ന് ഇത്ര സിമ്പിൾ ആവാൻ പാടില്ല അല്ലെ. ഒരു സയന്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ ഗൗരവം ഇത്തിരി ജാടയൊക്കെ വേണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ. പക്ഷെ അതൊന്നുമില്ല. അത് അദ്ദേഹത്തെ ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹവും ശശി, ഞാൻ ഈ സാറ് വിളിക്കരുതെന്ന് പറഞ്ഞത് എനിക്കൊരു ബ്രേക്ക് വരുന്നുണ്ട്. ശശി ജി, അതിലൊരു കുഴപ്പമുണ്ട്, ജിയിലും കുഴപ്പമുണ്ട്. അപ്പൊ ശശി ജി ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തെ കുറിച്ച് ദീർഘമായ ലേഖന പരമ്പരയും പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് ഈ പറഞ്ഞ രീതിയിൽ വിദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അധികം ആക്സസ് ഉണ്ടായില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മാതൃഭാരതിയുടെ സെക്രട്ടറി ലക്ഷ്മി നടത്തുന്ന ചാനലിലൂടെ ആണ് അദ്ദേഹം കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നും സജീവമാണെന്നും അങ്ങനെ അദ്ദേഹത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുകയും ഡൽഹിയിൽ വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ട് നിർദ്ദേശം വെച്ചത് നമ്മുടെ ആറാം സാറാണ്. ആറാം സാറാണ് യഥാർത്ഥത്തില് ചെയർമാൻ. സാറ് പറഞ്ഞു, ഇത് ഈ സ്ഥാനത്തേക്ക് ഇരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ പറയാം എന്ന് പറഞ്ഞ് സാറാണ് ആദ്യം നിർദ്ദേശിച്ചത്. ആ ആശയം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സർവാത്മന അതിനെ സ്വീകരിച്ചു. ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് മാത്രമല്ല, ഈ പരിപാടിയോടനുബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നിർവഹിച്ചത് സ്റ്റുഡന്റ് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതെല്ലാവരെയും അറിയിച്ച് പരിപാടികൾ നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് കുട്ടികളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ലിസ്റ്റ് വരെ ഉണ്ടാക്കി. അതായത് അത്രമേൽ വർക്കുകൾ ചെയ്തിട്ടാണ്. സാധാരണ അധ്യക്ഷന്മാർ അങ്ങനെ അത്ര ചെയ്യാറില്ല അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും പേരിൽ കുറെ പേർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. Wow.